വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്നൊരു കിഡിലൻ ചിക്കൻ്റെ ഐറ്റം ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റുള്ള ഐറ്റമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. ഇത് ചെറിയ പീസസ് ആക്കി മുറിച്ചിട്ട് നന്നായിട്ട് കഴുകി ഊറ്റിയെടുത്തിട്ട് വെച്ചിട്ടുള്ള ചിക്കനാണ്. നമ്മൾ കറിക്കൊക്കെ കട്ട് ചെയ്യില്ലേ, ആ ഒരു വലുപ്പത്തിലാണ് ഈ ചിക്കൻ ഇപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. ഞാനിപ്പോൾ മസാല ഉണ്ടാക്കുന്നത് കുത്തുന്ന അമ്മിയിൽ വെച്ചിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വറ്റൽമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ക്രഷ് ചെയ്ത വറ്റൽമുളക് വാങ്ങിക്കാനും കിട്ടും, ഇല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഗരം മസാലയും വേണം. 1/2 ടീസ്പൂൺ അളവിലാണ് ഗരം മസാല ഞാൻ ഇടുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ ചിക്കനിലേക്ക് വേണ്ട ഉപ്പാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം ഇല്ലേ, വലിയ ജീരകം, അത് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ പേസ്റ്റ് ഇല്ലായിരുന്നു, അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഈ അമ്മിയിൽ ഇട്ടിട്ട് കുത്താം, അതിനുശേഷം ബാക്കിയുള്ള ചേരുവകൾ ഇട്ടാൽ മതി. 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂണ് വിനാഗിരിയാണ്. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ചതച്ചിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. നമ്മളത് മിക്സിയിലിടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിട്ട വറ്റൽമുളകൊക്കെ ഇല്ലേ, ചതച്ചിട്ടുള്ള വറ്റൽമുളക്, അതൊക്കെ നല്ല പേസ്റ്റായി പോവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ ഒരു കുത്തുന്ന അമ്മിയിലിട്ടിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത്. ഇങ്ങനെ റെഡിയാക്കിയിട്ടുള്ള മസാല നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മേലെ തേച്ച് കൊടുക്കാം. മസാല തേച്ചിട്ടുള്ള ചിക്കന് അരമണിക്കൂറെങ്കിലും നമ്മൾ മാരിനേഷന് പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് തലേന്ന് രാത്രി തന്നെ മസാല തേച്ചിട്ട് വെക്കാം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല ഫ്ലേവറുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓവർനൈറ്റ് ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കണം, അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു പരന്ന ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മസാല തേച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ തന്നെ എടുക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മളിത് എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഷാലോ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. അതുപോലെ തന്നെ വിനാഗിരിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചിക്കൻ കുക്കായി കിട്ടും. ലോ ടു മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് ചിക്കനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കാം. ചിക്കന് വെന്ത് കളറൊക്കെ ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ പാനിൽ നിന്ന് കോരിയിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. കശ്മീരി ചില്ലി ഇട്ടുകൊണ്ടാണ് നമുക്ക് ഇത്ര റെഡ് കളർ കിട്ടുന്നത്. നിങ്ങളുടെ കയ്യിൽ നോർമൽ ചില്ലി ആണെന്നുണ്ടെങ്കിൽ പകുതി അളവിൽ ഇട്ട് കൊടുക്കുക. ഫുഡ് കളർ വേണമെന്നുള്ളവർക്ക് അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അതേ എണ്ണയിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുക. കുറച്ച് ചെറിയ ഉള്ളിയില്ലേ, അത് നുറുക്കിയതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1/2 കപ്പ് ചെറിയുള്ളി നുറുക്കിയത് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കണം. ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളകും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പം ഈ ഒരു ഉള്ളിയിലേക്ക് വേണ്ട ഉപ്പ് മാത്രമേ നമ്മളിപ്പോൾ ഇടുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല മുരിയുന്ന പാകത്തിൽ വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കൂടെ വറ്റൽമുളക് ചതച്ചതിട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര എരിവായി പോലെന്ന്. ആ എരിവിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ്, അതായത് കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുത്തുന്ന ഒരു എരിവൊന്നും ഇതിനുണ്ടാവില്ല. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് കുടഞ്ഞു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് മതി. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
എന്നിട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ടോസ് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു മസാലയും നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെ നന്നായിട്ട് ചിക്കൻ്റെ മേലെ പിടിക്കണം. ഒരു 3-4 മിനിറ്റ് അങ്ങനെ ഒന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് സെർവ് ചെയ്യുക. ചൂടോട് കൂടിയിട്ട് ചപ്പാത്തിൻ്റെ കൂടെയോ പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയോ ബിരിയാണിയുടെ കൂടെയോ അതല്ല പൊറോട്ടയുടെ കൂടെയോ ഒക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. നല്ല കിഡിലൻ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാര്യം ആരും മറക്കരുത്. ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എടുത്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ട് വെക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.